ഹലോ. ഹലോടി. ഇതാര്? നമ്മളൊക്കെ ഓർമ്മയുണ്ടോ? നിന്നെ മറക്കോ? സുഖാണോ? ഓ സുഖം. അവിടെയോ? ഓ ഇങ്ങനെ പോണു. ഹസ്ബൻഡ് എവിടെ ഇപ്പോ? ഗൾഫിലാടി. നിന്റെ ഹസ്ബൻഡ് നാട്ടിലാണോ? ഞങ്ങളുടെ ഇവിടെ എളമക്കര ജംഗ്ഷനിലെ കാർ ഷോറൂമിലെ മാനേജറാ. അത് ശരി. പിന്നെ ഹസ്ബൻഡ് ഇടയിൽ നാട്ടിൽ വരാറുണ്ടോ? അയ്യോ ഇല്ല, ഇപ്പം 3 കൊല്ലമായി പോയിട്ട്. അതന്നെ ലീവില്ലേ? ആ ലീവൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താടി? വീട് പണി തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. ഓരോ തവണ ഇങ്ങനെ തട്ടി തട്ടി പോവുക. അപ്പോൾ ഇത്തവണയെങ്കിലും അതൊന്ന് സെറ്റാക്കിയിട്ടേ വരുന്നുള്ളൂ എന്ന് വെച്ചിട്ടിരിക്കുക. ഓ അങ്ങനെ. അത് പറഞ്ഞപ്പോഴാണ് നിന്റെ വീടിന്റെ പാലേജിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ FB-യിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ അതിന് ലൈക്ക് അടിച്ചേക്കുന്നത് ഞാനും കണ്ടു. ആ നല്ല വീടായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. പിന്നെ നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ മാറിയിരിക്കുന്നത് വിഷമമൊന്നുമില്ലേ? വിഷമമൊക്കെ ആവും. അങ്ങനെ കരുതിയിട്ട് കാര്യമില്ലല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കണ്ടേ. അല്ല, നീ ഇപ്പൊ എന്താ ഓർക്കാൻ കാര്യം? വീട് പണി കഴിഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കും കൂടെ വയ്യാണ്ടായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ നല്ല വില കൂടിയ മരുന്നൊക്കെയായി എഴുതിരുന്നത്. ചേട്ടന്റെ സാലറി മറ്റന്നാളെ കിട്ടത്തുള്ളൂ. നിന്റെ 5,000 രൂപ എടുക്കാനുണ്ടാവുമോ? ഞാൻ മറ്റന്നാൾ തന്നെ തിരിച്ചിട്ടേക്കാം. അത് എന്താടി ബുദ്ധിമുട്ടായി ഞാൻ വിളിച്ചത്? ഇല്ല, ആശുപത്രി ആവശ്യത്തിനല്ലേ. സാരമില്ല, ഞാനിപ്പോൾ അയച്ചേക്കാടി. പിന്നെ നീ മറ്റന്നാൾ തന്നെ തിരിച്ചു തരുമല്ലോ അല്ലേ? മറ്റന്നാൾ രാവിലെ തന്നെ ഇട്ടേക്കാം. നീ ഒന്നും വിചാരിക്കില്ല, അത്രയ്ക്ക് അത്യാവശ്യമാണ്. എനിക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ ഇട്ടേക്കാം. ശരി. ഹലോ. പറയേ. അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ? തീരെ വയ്യടി, ICUയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലേ. അയ്യോ, ഇവിടെ ആകെ ചെലവാടി. കയ്യിലിരുന്ന കാശ് മൊത്തം തീർന്നു. ചേട്ടന്റെ സാലറി മുഴുവൻ കഴിഞ്ഞു. ബന്ധക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ കൈ മലത്തുക. ഒരു 25,000 രൂപ എനിക്ക് തരാനുണ്ടാവും നിന്റെ? പ്ലീസ് 25,000 രൂപയോ? പ്ലീസ് എങ്ങനെയെങ്കിലും. അതിപ്പോൾ ഞാൻ നിന്റെ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഓടി മതി. ചേട്ടാ ബിസി ആയിരുന്നു? ഇല്ല, നീ പറഞ്ഞു. സുമി വിളിച്ചിരുന്നു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവളുടെ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടീഷൻ തീരെ മോശമാണ്. ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് അവർക്ക് നല്ല എന്തോ കാശിന് ആവശ്യമുണ്ട്. എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. അതിനിപ്പം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? അതല്ല, നമ്മൾ ഈ മാസം വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടില്ലേ, അത് എടുത്ത് കൊടുത്താലോ നോക്കാം. അത് നിനക്ക് നടുവേദന കൂടിയായിരുന്നു നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചല്ലേ? അല്ല, പിന്നെ ഇതൊന്നും മുടങ്ങില്ലേ? അതെ, അതൊക്കെ ശരിയാ. പക്ഷെ എൻ്റെ കൂട്ടല്ലല്ലോ, അത് പ്രായമായ ഒരു അമ്മയല്ലേ, അവർക്കല്ലേ ഇപ്പം അത്യാവശ്യം. അവളിപ്പോൾ അടുത്ത മാസം തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് ഈ മാസം സാലറി മുഴുവൻ തീർന്നു. ഈ മാസം നമ്മുടെ ഈ ഒരു കാര്യം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം അവളിങ്ങ് തരുമല്ലോ. നമ്മൾ തീരുമാനിച്ച് മാറ്റി വെച്ച തുകയല്ലേ? അവർക്ക് ബന്ധക്കാരൊന്നുമില്ല ചോദിക്കാൻ? അല്ല ഏട്ടാ, അവരെ ബന്ധക്കാരടുത്തൊക്കെ ചോദിച്ചു എന്നാ പറഞ്ഞ്. എല്ലാവരും കൈയൊഴിഞ്ഞ അവസ്ഥ. അപ്പോൾ നമ്മളും കൂടെ എങ്ങനെയാ? ഒരു മനസാക്ഷി ഇല്ലാത്ത പോലെ അല്ലേ അത്? ഈ നടുവേദന കൊണ്ട് എത്ര നാൾ നടക്കും കൊച്ചേ? നീ അടുത്ത മാസം തന്നെ തരുമോ അവര്? അത് തരും ചേട്ടാ, ഉറപ്പാ. കാരണം അവളതിന് മുന്നേ എന്നൊരു 5,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് തിരിച്ച് പറഞ്ഞ സമയത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെന്തായാലും തരാതിരിക്കത്തില്ല. എത്രയായാലും ഒരു ആശുപത്രി കേസല്ലേ ഏട്ടാ, കഷ്ടമല്ലയോ? നിന്റെ ഇഷ്ടം, സമയത്ത് തിരിച്ചു തരാൻ പറയണേ. അപ്പം ഞാനത് കൊടുക്കുവാന്നേ. കൊടുക്ക്. ശരി. എടി, പൈസ ഞാൻ അയക്കാം കേട്ടോ. നീ അടുത്ത മാസം തരുമല്ലോ അല്ലേ? വേറൊരു ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചിരുന്നതാ. സാരമില്ല, ഇപ്പം എന്തായാലും നിന്റെ കാര്യമല്ല അത്യാവശ്യം, അത് നടക്കട്ടെ. ശരി. ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം. പിന്നെ നീ അധികം ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട കേട്ടോ, സമാനമായിട്ടിരിക്കും. നടുവേദന എന്താവാൻ, അതുപോലെ തന്നെ ഉണ്ട്. അവളെ ഓർത്തില്ലെങ്കിലും നീ കൊടുത്ത കാശ് നിനക്ക് തിരിച്ചു ചോദിച്ചൂടെ? ഇല്ല ഏട്ടാ, ഞാൻ ചോദിച്ചില്ല. നാളെ സ്ഥിരം മെസ്സേജ് അയക്കുന്നുണ്ട്. അവളുടെ അമ്മ നല്ല ക്രിട്ടിക്കൽ സ്റ്റേജില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കയറി ഇപ്പോൾ പൈസ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു ഏർപ്പെടലല്ലോ ഏട്ടാ. എന്ന് പറഞ്ഞ് നടുവേദനയെ വെച്ചോണ്ട് തുണിയിടുക തന്നെയാണോ നീ പറയുന്നത്? അതൊക്കെ ശരിയാ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പോയി ചോദിക്കുന്നത് സാരല്ല ഏട്ടാ. അവളായിട്ട് ഇങ്ങോട്ട് തരട്ടെ, അപ്പോൾ വാങ്ങാം. എൻ്റെ ഈ ഒരു കാര്യമല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ, അത് മതി. ഹലോ. എടി, എന്താ ഉണ്ടായേ? നീ കരയാതെ കാര്യം പറ. എനിക്കൊന്നും അറിയത്തില്ല ചേട്ടാ. അവൾ റോഡിന്റെ സൈഡിൽ കൂടെ ഒതുങ്ങി പോകുന്ന കൊച്ചാന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? ഏതോ വണ്ടി റോങ് സൈഡ് എടുത്ത് തട്ടി ചേട്ടാ. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? എനിക്കറിയത്തില്ല, സർജറി വേണമെന്നൊക്കെയാ പറയുന്നത്. നീ കരയാതിരിക്കുക. എങ്ങനെ കരയാതിരിക്കുക? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. എടി, സർജറിക്ക് പൈസ അടക്കണ്ടേ അവിടെ? ഇപ്പോ അടയ്ക്കണം ചേട്ടാ, ഇപ്പം അടയ്ക്കണം.
ചേട്ടൻ എങ്ങനെ എനിക്ക് കുറച്ച് പൈസ സെറ്റാക്കി അയക്കും? ഞാൻ അയക്കാം, നീ സമാധാനമായിട്ടിരിക്കും. ഞാൻ ആ സുമ എടുത്തുകൂടെ ചോദിക്കട്ടെ. എന്തായാലും അവള് പൈസ തരാതിരിക്കത്തില്ല. 1 മാസം പറഞ്ഞിട്ട് 5 മാസമായില്ലേ, ഇതുവരെ ഞാൻ അങ്ങോട്ട് ചോദിച്ച് ശല്യപ്പെടുത്തി ചെന്നിട്ടില്ലല്ലോ. എന്റെ ആശയം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ചേട്ടൻ ബാക്കി പൈസ ഉണ്ടെന്ന് സെറ്റാക്കും. നീ അത് വിളിച്ച് ചോദിക്കും. ശരി കേട്ടോ. ഹലോ സുമി, എടി എൻ്റെ മോക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുക. എടി അത്യാവശ്യമായിട്ട് സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നവർ. കുറച്ച് പൈസ ചേട്ടൻ സെറ്റാക്കി അയക്കാന്ന് പറഞ്ഞു. നീ എനിക്ക് തരാനുള്ള ആ കാശ് ഇപ്പം തന്നെ നയിക്കണേ. എടി നീ എന്തോ പറയുന്നേ? എടി എൻ്റെ മോളിവിടെ ആശുപത്രി കിടക്കുക സീരിയസ് ആയിട്ട്. ഞാൻ എന്ത് മനുഷ്യപ്പറ്റി കാണിച്ചിരുന്ന നീ പറയുന്നേ? എടി കളിക്കല്ലേ സുമി, ഞാൻ ആകെ നിലവിട്ട് നിൽക്കുക. നിന്റെ തമാശ എടുക്കാനുള്ള സമയമില്ലത്. എനിക്ക് കാശ് ഇപ്പൊ തന്നേ പറ്റത്തുള്ളൂ. എനിക്ക് കാശ് അത്ര അത്യാവശ്യമായിട്ട്. നീ എനിക്ക് കാശ് തരാനുള്ളപ്പോ ഞാൻ എന്തിനാ വേറൊരാൾക്ക് പോയി കടം ചോദിക്കുന്നത്? നീ അത് എവിടെന്നെങ്കിലും ഒന്ന് സെറ്റാക്കി താ. നിനക്കൊരു ആവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ചതല്ലേ എടി. സുമി, ഹലോ ഹലോ. The subscriber you are calling is switched off. ഹലോ. ഇവിടെ ഞാൻ കമ്പനിയിൽ കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ കാര്യം എന്തായി? ചേട്ടാ അവളുടെ ഇല്ല തേട്ടൻ പറയുന്നു. ചേട്ടാ എങ്ങനെയെങ്കിലും പൈസ സെറ്റാക്കി അയക്കും, ഇല്ലെങ്കിൽ എന്റെ ഫോണ്. എടി നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ ഇവിടെ നിന്ന് ശരിയാക്കി അയക്കാം. നീ സമാധാനമായിട്ടിരിക്കും. ചേട്ടാ നിൽക്കി, ഞാനിപ്പോ വിളിക്കാം. ഹലോ, ബാങ്ക് അല്ലേ? നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ 1 ലക്ഷത്തിന്റെ FD പുതുക്കണോ വേണ്ടയോന്ന്. അത് പുതുക്കണ്ട കേട്ടോ, അത് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നാൽ മതി. ഇന്ന് തന്നെ കിട്ടുമോ അതോ പിന്നീട് ഡിലേ ആവോ? താങ്ക് യു. ഒന്ന് പെട്ടെന്നാക്കണേ പ്ലീസ്, വളരെ അർജന്റ് വേണ്ട. ശരി. ഹലോ ചേട്ടാ, ഞാൻ പൈസ സെറ്റാക്കിയിട്ടുണ്ട്. ആരുടെ പോയി ഇടുന്ന് കൈ നീട്ടാൻ നിൽക്കണ്ട. നമുക്ക് എന്തായാലും ഇതല്ലേ ഏട്ടാ അത്യാവശ്യം. ആ വീട് പണിക്ക് കേട്ടിട്ടിരുന്ന FD ഞാനങ്ങ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് പിന്നെ ശരിയാക്കാം ചേട്ടാ. സോറി. ഞാൻ ഇവിടെ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ചുമ്മാ ഒരു മര്യാദ ഇല്ലാതെ നടന്ന് കാശ് എന്ന് പറഞ്ഞൊന്ന് വിളിക്കരുത്. ആർക്കാ മര്യാദ ഇല്ലാത്തതെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ? കാശ് കടം ചോദിക്കാൻ ഫോൺ വിളി, തിരിച്ചിടുമ്പം സ്ക്രീൻഷോട്ടും വോയിസ് മെസ്സേജും. ഇതാണോ നീ ഉദ്ദേശിക്കുന്ന മര്യാദ? ഹലോ. എന്തോ വേണ്ടത്? കാശ് തന്നത് പോരായിട്ട് ഞാൻ ഇതിന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കണോ? അത്തപ്പാവിൽ കാശ് മേടിച്ച എന്നെ പറഞ്ഞാൽ മതി. എന്നിട്ട് നിനക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാശ് കടം തരാൻ ഈ അത്തപ്പാവി മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ കണക്ക് പറയാൻ ഒരു ഉളുപ്പ് വേണം. എനിക്കെന്തിനാ ഉളുപ്പുണ്ടാവേണ്ടേ? നിനക്ക് വേണ്ട ഉളുപ്പുണ്ടാവാൻ. നീയല്ലേ എന്നോട് വന്ന് കിടന്ന് കാശിനായിരുന്നത്. മതി, എനിക്ക് കുറച്ച് സഹാനുഭൂതി ഉണ്ടായിപ്പോയാണ്. നിന്റെ അമ്മയ്ക്ക് തീരെ വയ്യ, ആശുപത്രി കിടക്കുക സീരിയസ് ആയിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് എടുത്ത് വെച്ചിരുന്ന കാശെടുത്ത് ഞാൻ നിനക്ക് തന്നത്. പക്ഷെ തിരിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യം വന്നപ്പോൾ നീ എന്നെ കൈയൊഴിഞ്ഞു. എന്തായാലും എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനം എടുത്തു. ഇനി ഈ ജന്മത്തിൽ ഞാൻ ആർക്കും കാശ് കടം കൊടുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ നമ്മൾ സ്വാർത്ഥരാകുന്നത് തന്നെ നല്ലത്. അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് വിളിക്കുന്നവരൊക്കെ പിന്നീട് ശത്രുക്കളായി മാറും. അത്രയ്ക്ക് ഞാൻ ടെൻഷൻ ചെയ്യുന്ന സമയത്ത് പൈസ തരാനില്ലെങ്കിൽ 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ നീ നിന്റെ പാട് നോക്കി പോയി. ഞങ്ങൾക്കും ജീവിതത്തിൽ ഒരുപാട് അത്യാവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ബാക്കിയുള്ളടത്ത് പോയി കടം ചോദിക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം മാറ്റിവെച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞിന്റെ ആവശ്യത്തിനും ഒരു മനുഷ്യൻ്റെ ഒന്നും കടം മേടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നില്ല. എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങളില്ല. ഏതായാലും നന്ദിയുണ്ട് ഒരുപാട് ഈ ഒരു തിരിച്ചറിവ് തന്നതിന്. ഇനി കാണാമെന്ന് പറയുന്നില്ല. ഇനി മേലിൽ നിന്റെ ഫോണിൽ വിളിച്ചു പോരുത് ഒന്നിനു വേണ്ടി.